ഹലോ, വീണാസ് വ്ലോഗിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നമ്മൾ കൂടെയുണ്ട്. നമ്മൾ കുട്ടിയൊക്കെ മൈലാഞ്ചി ഇടാൻ പോവാണ് കേട്ടോ. എന്ന് വെച്ചാൽ കറക്റ്റ് എനിക്ക് അറിയൊന്നുമില്ല, അറിയതുപോലെ വെറുത്തിട്ടുള്ള കുട്ടികളല്ലേ, തിരിച്ചൊന്നും പറയില്ല. അത് എന്ന വിശ്വാസത്തിൽ ഇടാം കേട്ടോ. എന്താ അപ്പോഴേക്കും കുഞ്ഞുമോൻ്റെ കൈ കുഞ്ഞുമോൻ കാണിക്കുവാണേ. താഴെ ഇറക്കി വിട്ടിട്ട് അവൻ ഇറങ്ങുന്നില്ല, മണിക്ക് കയറി ഇരിക്കുവാണ്. താഴെയുടെ അറിയൊന്നുമില്ല, അറിയുന്ന പോലെ നമുക്ക് എല്ലാരും കൂടെ ഒരു ഹായ് പറഞ്ഞേ. ഒരാൾക്ക് ഞാൻ കയ്യിൽ പേര് മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ. കറക്റ്റായിട്ട് അറിയൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ റഫായിട്ട് ഇടുവാണ്. മക്കളല്ലേ, ഒന്നും പറയില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് ഇടുവാണ് കേട്ടോ. അവനെ താഴെ ഇറങ്ങണമില്ല, മടിഞ്ഞിരിക്കുന്നുമില്ല എന്ന അവസ്ഥയിലാണ് കേട്ടോ. ഉറങ്ങി എണീറ്റുള്ളൂ, അതിൻ്റെയാണ് കാണുന്നത്. കുട്ടീനെ എടുത്തിട്ട് ഇടുമ്പോൾ ഒരു ഭാഷമില്ല. നമുക്ക് പരമാവധി ശ്രമിച്ച് നോക്കാം. കുഞ്ഞ മോൻ്റെ കയ്യിൽ പേര് എഴുതി കാണിച്ചു കൊടുക്ക്. കയ്യിൽ പേര് എഴുതി കാണിച്ചു കൊടുക്ക്. കറക്റ്റ് കാണും, അത് നേരെ ഓപ്പോസിറ്റേ കാണുള്ളൂ. നമ്മളിങ്ങനെ ഇടുമ്പോഴേ അവൻ കാലിലോട്ട് ചവിട്ട് കാണും, പിന്നെ എങ്ങനെ ഇടാൻ പറ്റും? വാശിയാണ് കുഞ്ഞ. ഈ കുട്ടിപ്പട്ടാളങ്ങൾ ആരാന്നല്ലേ? ഇതാണ് എൻ്റെ ചേച്ചിയുടെ മക്കൾ കേട്ടോ. കുഞ്ഞ വാശി കയറി ആയില്ലല്ലോ, ആയിട്ടൊന്നുമില്ല. ഒരാള് ദീക്ഷികപ്രിയ, ദീക്ഷണപ്രിയ, ദീക്ഷിബപ്രിയ, ഇതൊക്കെയാണ് പേര് വരെ കേട്ടോ. വെറൈറ്റി പേരാണ്. കുഞ്ഞുപോലെ ഞാൻ ഇറക്കി വിട്ടു, താഴെ കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും വന്നു. അതാ നമുക്കതൊരു ടാസ്ക് ആണ് മോനെ. മാറി കുഞ്ഞ. നമുക്കേ മോളുടെ കൈ ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇടാൻ സമ്മതിക്കില്ല അവൻ. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആക്കി കാണിക്കാം. മൂന്നാളെ കയ്യിലിട്ട് കഴിഞ്ഞിട്ട്, അത് വെച്ചാൽ സെപ്പറേറ്റ് കാണിച്ചില്ല. വെച്ചാൽ കുഞ്ഞുമോൻ കരച്ചിലായതുകൊണ്ട് ഒറ്റടിക്ക് എല്ലാവരും ഇട്ടിട്ടങ്ങ് കാണിക്കാന്ന് വിചാരിച്ചു. ഒരാളത് കേട്ടോ ഇങ്ങനെ ഇട്ടു. നിന്റെ ഞാൻ ആദ്യം കാണിച്ചല്ലേ, ഇതാ മോൻ്റെ കേട്ടോ. ആരോ ഒന്ന് പേര് എഴുതി കൊടുക്കുന്നുള്ളൂ, കണ്ടില്ലേ? ആരോ ദിയൻ്റെ കയ്യിൽ അത് ശിക ഇട്ടിട്ടോ. ഇതാണ് ഡിസൈന്. വലിയ അത്ര അറിയുന്നില്ല. അപ്പോഴേക്കും കുഞ്ഞമ്മ അവളെ കൈ തട്ടി കളഞ്ഞതാ, നശിപ്പിച്ച് കളഞ്ഞു, എല്ലാം നാശമായിപ്പോയി. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു.